ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലയാളം സീസൺ 7 ബിഗ് ബോസ് ഡേ 48ൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ കുറച്ച് വീക്കെൻഡ് എപ്പിസോഡായിട്ട് ലാലേട്ടൻ കുറച്ച് ചൂടിലായിരുന്നു എല്ലാ പാർട്ടിസിപ്പൻസിനോടും. കാരണം ഓരോ ആഴ്ച ഓരോ ഇഷ്യൂസ് ആയിരിക്കും. അപ്പോൾ ലാലേട്ടൻ മൊത്തത്തിലൊരു ഫയർ മൂഡിലായിരുന്നു. പക്ഷേ ഈ ആഴ്ച എല്ലാവരും അത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഷാനവാസും മനീഷും തമ്മിൽ പറയുന്നുണ്ട് ഒരു എപ്പിസോഡിൽ എന്താണെങ്കിലും നവീൻ്റെ ഒരു ഇഷ്യൂ ഈ ആഴ്ച ലാലേട്ടൻ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ലാലേട്ടനോട് പറയണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. പക്ഷേ എന്താണെങ്കിലും ഈ ആഴ്ച ലാലേട്ടൻ എനിക്ക് ഇന്നലത്തെ എപ്പിസോഡിൽ കുറച്ച് കൂളായിരുന്നു. അങ്ങനെ വലിയ ഇഷ്യൂസിനെ കുറിച്ചിട്ടും ഒന്നും ഡിസ്കസ് ചെയ്തില്ല. സാധാ ഇങ്ങനെയായിരുന്നു ആ ഹോട്ടൽ ടാസ്കിനെ കുറിച്ചിട്ടും അതേപോലെ നോർമലായിട്ടാണ് ലാലേട്ടൻ ഡിസ്കസ് ചെയ്തത്. അങ്ങനെ ആരോടും ഓവറായിട്ട് അങ്ങനെ എന്താ പറയുക ഫയർ മൂഡിലൊന്നും ആയിരുന്നില്ല. അതായിരുന്നു. പിന്നെ ലാലേട്ടൻ പ്രത്യേകിച്ച് എപ്പിസോഡിനകത്ത് പറയുന്നുണ്ട് ഒരു ടൈപ്പ് കാർഡും ഈ വീട്ടിൽ ഇറക്കരുത്, ഞാനെല്ലാം കീറിക്കളയും എന്നുള്ളത്. അപ്പോൾ അത് ഉദ്ദേശിച്ചത് ഷാനവാസിനോട് തന്നെ ആയിരിക്കും. കാരണം ഷാനവാസും അതേപോലെ ആദിലൊക്കെ ഈ ഒരു കാര്യം കഴിഞ്ഞ ആഴ്ച കുറച്ചൊരു ഊതി വെറുപ്പിച്ചിരുന്നു നവീനെ കുറിച്ചിട്ട്. അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും ഇത് ഡിസ്കസ് ചെയ്യും എന്ന് തന്നെ അവർ വിചാരിച്ചിട്ടുണ്ടാവും. കാരണം അത് ഒരു കണ്ടൻറ് ആക്കാം ഇനി നെക്സ്റ്റ് 100 ഡേയ്സിലോട്ട് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. എന്താണെങ്കിലും ലാലേട്ടൻ അത് ഈ പറഞ്ഞാൽ നുടയിലെ നുള്ളി കളയുക എന്ന് പറയുന്നത് പോലെ തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് ഞാൻ ഏത് കാർഡും ഇവിടെ കീറിക്കളയും എന്നുള്ളത്. ചീട്ട് കയറി എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണെങ്കിലും അത് നല്ലതായി. കാരണം അല്ലെങ്കിൽ ഈ ഒരു ഇത് വെച്ചിട്ട് ഉള്ള ഇനി ബാക്കിയുള്ള എപ്പിസോഡ്സിൽ മൊത്തം ഇതും ഈ ഒരു ടോപ്പിക്കിനും കൊണ്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയാൽ ഇനി ആരും ആ വീട്ടിനകത്ത് ഇത് ഡിസ്കസ് ചെയ്യില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അങ്ങനെ ലാലേട്ടൻ മാന്യമായി തന്നെ ഡീൽ ചെയ്ത് അങ്ങനെ വിട്ടു. പിന്നെ നമ്മൾ വേറെ കണ്ടത് ഈ പറഞ്ഞ പോലെ അനുമോളുടെ പ്ലാച്ചീനെ തിരിച്ച് വിടുന്നതാണ്. വീണ്ടും ഒരു ഗസ്റ്റായിട്ട് പ്ലാച്ചി 2.0 എന്ന് പറഞ്ഞിട്ട് പറയുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്താ പറയുക അനുമോള് ആ ഒരു കണ്ടൻറ്റ് പോയി എന്നുള്ളൊരു വിഷമത്തിലാണ്. പക്ഷെ എന്താണെങ്കിലും ബിഗ് ബോസ് തിരിച്ച് ആ പ്ലാച്ചിനെ കൊടുത്തത് ആ ഒരു കണ്ടൻറ്റ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി. അപ്പോൾ എന്താണെങ്കിലും അത് കിട്ടി. അനുമോള് ഹാപ്പി, എല്ലാവരും ഹാപ്പിയായി. ഇനിയിപ്പോൾ ബാക്കിയുള്ള എപ്പിസോഡ്സിൽ നമുക്ക് അറിയാൻ പറ്റും അനുമോൾ ആ പ്ലാച്ചിനെയും കൊണ്ടിട്ട് എന്തൊക്കെയായിരിക്കും ചെയ്യുക. കാരണം അതിനെ വെറുതെ വെച്ചിരിക്കാണ്ട് അതിനെ മേ ബി ചിലപ്പോൾ ഒരു കണ്ടൻറ്റോ എന്തെങ്കിലുമൊക്കെ ആക്കിയിരിക്കാം, അറിയില്ല. അപ്പോൾ അതൊക്കെയായിരുന്നു. പിന്നെ ഹോട്ടൽ ടാസ്കിൽ പറഞ്ഞ പോലെ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. സാബുമാനെ പ്രത്യേകിച്ച് ലാലേട്ടൻ പറയുന്നുണ്ട് അത്യാവശ്യം നന്നായി ചെയ്തു. അതേപോലെ എന്താ പറയുക ഒനിയിലിനെയും എല്ലാവരും നന്നായിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ ഇവർക്കൊരു ഗെയിം കൊടുക്കുന്നുണ്ട്. ആ ഗെയിമിനകത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് പോലെയായിട്ട്. പിന്നെ ആദ്യം തന്നെ എപ്പിസോഡിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിരിക്കുന്നത് ഇപ്പോൾ അക്ബറിൻ്റെ ആണെങ്കിലും ക്യാപ്റ്റൻസി പവറും പിന്നെ നോമിനേഷൻ പവർ അനീഷിൻ്റെ ഇത് രണ്ടും ഇവർക്ക് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്. ഒരു ടാസ്ക് കൊടുത്തിട്ട് അതിലാരാണോ ജയിക്കുന്നത് അവർക്ക് ആ പവർ തിരിച്ച് കിട്ടും എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ പേഴ്സണലി വിചാരിച്ചത് അനീഷായിരിക്കും ജയിക്കുക എന്നാണ്. കാരണം അനീഷിന് അത്യാവശ്യം നല്ല ഒരു ഓർമ്മശക്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ആളായിരിക്കാം ജയിക്കുക. പക്ഷേ അക്ബർ ആയിരുന്നു എന്തായാലും ജയിച്ചത്. എന്താണെങ്കിലും അക്ബറിന് ആ പവർ കിട്ടി, ക്യാപ്റ്റൻസി പവർ. അതേപോലെ തന്നെ ഈ ഒരു ജനറൽ നോളജ് ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ആ ഒരു ടാസ്കിൽ ഏറ്റവും കൂടുതൽ ഉത്തരം ശരിയാക്കി പറഞ്ഞത് അനീഷായിരുന്നു. അത് കാരണം ലാലേട്ടൻ അനീഷിൻ്റെ നോമിനേഷൻ പവറും കിട്ടി. അപ്പോൾ എന്താണെങ്കിലും രണ്ടുപേരും ഹാപ്പി തന്നെയാണ്. അപ്പോൾ അത് കാരണം അവരുടെ ആ ഒരു ഗെയിം സ്പിരിറ്റ് ഇനി കൂടുകയുള്ളൂ. കാരണം ഇപ്പോൾ അക്ബർ ആണെങ്കിൽ നന്നായി ചെയ്താൽ പോലും ക്യാപ്റ്റൻസിയിലോട്ട് വരാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമത്തിൽ മേ ബി ചിലപ്പോൾ ആ ഒരു അവരെടുക്കുന്ന ആ ഒരു 100% എഫേർട്ട് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതേപോലെ തന്നെയാണ് ഇപ്പം അനീഷിനാണെങ്കിലും. കാരണം നോമിനേഷനിൽ ആരും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പം അത് അവരുടെ ഒരു ഗെയിമിന് എഫക്റ്റ് ചെയ്യും നന്നായിട്ട്. ഇപ്പോൾ ലാസ്റ്റ് 3 വീക്സ് ആയി തോന്നുന്നു ഇവർക്ക് രണ്ടുപേർക്ക് ഈ പവർ ഇല്ലാത്തത്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ഗെയിമും ഈ ഒരു ഇതും വെച്ചിട്ട് അവർക്ക് അവരുടെ പവർ കിട്ടി. അപ്പോൾ അതായിരുന്നു കണ്ടത്. പിന്നെ ലാലേട്ടൻ റന്നയുടെയും എന്താ പറയുക ആര്യൻ്റെ ഇഷ്യൂവും ഇന്നലെ ഡിസ്കസ് ചെയ്തില്ല. അതൊക്കെ ഇന്നലെ ഡിസ്കസ് ചെയ്യുന്ന അവർ വിചാരിച്ചു, പക്ഷേ അതും ഡിസ്കസ് ചെയ്തില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടത്. മൊത്തത്തിലൊരു കൂൾ എഫക്റ്റ് ആയിരുന്നു ലാലേട്ടൻ ഇന്നലെ. പിന്നെ ഇന്നത്തെ നമുക്കറിയില്ല ആരാണ് എന്താ പറയുക എലിമിനേറ്റ് ആയി പോവാന്ന്. റന പോകുമെന്നും കേൾക്കുന്നുണ്ട്, ഡബിൾ എവിക്ഷൻ ഉണ്ട്, സിംഗിൾ എവിക്ഷൻ എന്നൊക്കെ പല ആൾക്കാരും പലതും പറയുന്നുണ്ട്. ആരും പോകുമെന്നും പറയുന്നുണ്ട്, എനിക്കറിയില്ല. പിന്നെ ഇന്ന് 50 ഡേ സെലിബ്രേഷനാണ് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ എൻ്റെ എപ്പിസോഡ് റിവ്യൂ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അത്രേ ഉള്ളൂ. ബൈ.